ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു കൂടെ നടന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യൂട്ടോ ചെടികളെയും ഒക്കെ. അപ്പോൾ ഇന്ന് ഇറങ്ങിയതിൻ്റെ കാരണം ഞാനൊരു സീതപ്പഴം കണ്ടുവച്ചിട്ടുണ്ടായി. അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2-3 സീതപ്പഴത്തിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. പക്ഷേ കായ് കിട്ടുന്നത് കുറവാണ്. കാരണം ഇങ്ങനെ കായ് ഉണ്ടായിട്ട് ചില സമയത്ത് അതിങ്ങനെ കറുത്ത് പോകും. നല്ല മൂത്ത് വരും, എന്നിട്ട് അത് അങ്ങനെ തന്നെ കറുത്ത് പോട്ടെ, നമുക്ക് പഴുപ്പിക്കാനായിട്ട് കിട്ടില്ല. പിന്നെ വവ്വാലുകൾ, കിളികൾ ഇവരൊക്കെ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കും കിട്ടും. പിന്നെയാണെങ്കിൽ ഒരു സീതപ്പഴം നിൽക്കണത് നമ്മുടെ റോട്ടിലേക്ക് തന്നെ ആയിട്ടാട്ടോ, ഗേറ്റിനോട് ചേർന്ന് നിൽക്കണത്. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ കുറേ ഹിന്ദിക്കാരൊക്കെ പോകും. അപ്പോൾ അവരുടെ ഭാര്യമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാട്ടെ ഇവർ. ഭാര്യമാരാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രായമുള്ളവരാണ്. ഒട്ടും പ്രായമില്ലാത്ത പെൺപിള്ളേരാണ് അവർ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സുന്ദരി കുട്ടികൾ ഇതിൽ പോകട്ടെ. നമുക്ക് തന്നെ തോന്നുമോ ഇവരൊക്കെ ഹിന്ദിക്കാർ തന്നെയാണോ എന്ന് തോന്നും, അത്ര സുന്ദരികളാണ് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരൊക്കെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളോട് ഈ കായ് ചോദിക്കും, പറിച്ചോട്ടെ എന്ന് ചോദിക്കട്ടെ. ഇതിങ്ങനെ മൂത്തിക്കണ കാണുമ്പോൾ അവരുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ കയറി വരാനും സംസാരിക്കാനും ചോദിക്കാനൊക്കെ. പിന്നെ എനിക്ക് കുറേശ്ശെയൊക്കെ ഹിന്ദി മുക്കി മൂളി ഞാനും പറയും കേട്ടോ. അപ്പോൾ അവരോട് കയറി വരുമ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ്. അതുപോലെ അവരിങ്ങനെ നോക്കി നോക്കി പോകും കേട്ടോ. നമ്മുടെ മുറ്റത്ത് ചാമ്പയ്ക്കുള്ള സമയം, സീതപ്പഴത്തിൽ കായുണ്ട്, അങ്ങനെയൊക്കെ നോക്കിപ്പോയിട്ട് ചാമ്പയ്ക്കയുടെ സമയത്ത് അവർ ചാമ്പയ്ക്ക ചോദിക്കാനൊക്കെ വരും. അങ്ങനെ അവരുമായിട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ്. ഒരു 3-4 പേരുണ്ട് കേട്ടോ സ്ഥിരം വന്നവർ. പിന്നെ ഇവർ പറഞ്ഞു കേട്ട് വേറെ ആളുകൾ അങ്ങനെയും വരും. ഇതിപ്പോൾ ചാമ്പയ്ക്കൊക്കെ ആയാലും ഉണ്ടായിട്ട് ചാടിപ്പോണ സാധനങ്ങളല്ലേ, നമ്മൾ എന്തിനാ അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണല്ലേ. ആര് ചോദിച്ചാലും ഉണ്ടെങ്കിൽ ഞാൻ പറിച്ചെടുത്തോളാൻ പറയാറുണ്ട്. ചാമ്പയ്ക്കായാലും ഈ ഇരുമൻപുള്ളി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടായി എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പഴുത്ത് പെട്ടെന്ന് തന്നെ ചാടി പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ വീടുകളിൽ ഇങ്ങനെ പലതും കണ്ട് നമുക്കിങ്ങനെ കൊതി തോന്നും കേട്ടോ. എന്നിട്ട് ചിലയിടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, ചിലരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തരാനായിട്ട് ഭയങ്കര മടിയാട്ടോ. അത് അങ്ങനെ വച്ചേക്കണതാ, ഇതിങ്ങനെ വച്ചേക്കണതാ എന്നൊക്കെ പറയും. അപ്പം 2 ദിവസം കഴിയുമ്പോൾ അത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചാടി കിടക്കണമുണ്ടാവും കേട്ടോ, പുളിയൊക്കെ ആയിട്ടും. പക്ഷെ തരില്ല. അപ്പം നമുക്കറിയാം തരണ വീടേതാ തരാത്ത വീടേതാന്നൊക്കെ. പിന്നെ നമ്മൾ തരാത്ത വീട്ടിലേക്ക് പോവേയില്ല കേട്ടോ. പക്ഷേ എന്തിനല്ലേ അങ്ങനെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മൾക്കിത് ആവശ്യമില്ലാത്ത സാധനമാണ്. പക്ഷേ ആ കുട്ടികൾ അത്ര ആഗ്രഹിച്ചായിരിക്കും അത് ചോദിക്കണത്. അതങ്ങോട്ട് കൊടുത്താൽ അവർക്ക് അത്ര പുണ്യം കിട്ടും. അത് കൂടാതെ ആ മക്കൾക്കും സന്തോഷമാണ്, ഇവർക്കും അതിൻ്റെ നല്ലതല്ലേ. പക്ഷേ ചില ആളുകളുണ്ട് കൊടുക്കാത്തവർ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞങ്ങനെ പോയി. അപ്പോൾ ഞാൻ ആ സീതപ്പഴം പൊട്ടിച്ചെടുത്തു കേട്ടോ. പഴുത്തത് എനിക്ക് കിട്ടിയായിരുന്നു. അത് മുറിച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ മാമ്പഴം വാങ്ങിയിട്ടുണ്ടായി കടയിൽ നിന്ന്. അത് വാങ്ങിയത് നോക്കുമ്പോൾ എനിക്ക് നല്ല പണി കിട്ടി കേട്ടോ. പ്രിയൂര് മാങ്ങ കണ്ട് വാങ്ങിയതാണ്. അതിലുണ്ടായ 2 എണ്ണം, ഏറ്റവും വലുത് 2 എണ്ണം അത് അങ്ങനെ തന്നെ കേടായിരുന്നു. ജ്യൂസ് അടിക്കാനായിട്ടാണ് ചെത്തിയത്. നോക്കുമ്പോൾ അതിനകത്ത് ആകെ പുഴു. പിന്നെ അത് ജ്യൂസൊന്നും അടിച്ചില്ല. ബാക്കി പീസ് ഞങ്ങൾ വെറുതെ കഴിച്ചു. പിന്നെ കറി വയ്ക്കാനായിട്ട് ഇന്ന് ചാളയാട്ടോ കിട്ടിയ മത്തി. നല്ല മത്തിയായിരുന്നു, നല്ല ഉരുണ്ട ടൈപ്പ്. പിന്നെ അത് കുറച്ച് കറി വയ്ക്കാനും എടുത്തു, ബാക്കി ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ടാട്ടോ കറി വെച്ചത്. മാങ്ങ, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് തേങ്ങ അരച്ച് പിന്നെ ഉലുവയും ഉള്ളിയും വട്ടത്തിലരിഞ്ഞതും വേപ്പിലയും കൂടി താളിച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ടായത് ഫ്രൈയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഹിന്ദിക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അവരിതുപോലെ ഞാനിവിടെ ചീരയൊക്കെ ഒരുപാടുണ്ടായ സമയത്ത് ഞാൻ ഇവർക്ക് ചീരയൊക്കെ മുറിച്ച് കൊടുക്കാറുണ്ടായിട്ടോ. അപ്പോൾ ഇതിൽ 2 പേര് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോണ സമയത്ത് ഞാനിവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വെറുതെ വന്ന് വർത്താനം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അവരുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെ അവരായിട്ട് ഇപ്പോൾ നല്ല കമ്പനിയാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളാണ്. ഇവരുടെ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇവരുടെ കല്യാണം കഴിയുമെന്നാണ് പറയണത്. ഇപ്പം അതൊക്കെ നിരോധിച്ചേക്കാണെന്ന് പറയണ്ടേ. എന്നാലും ഇവിടെ നോക്കുമ്പോൾ കൊച്ച് പെൺപിള്ളേരാണ് കേട്ടോ. അവർ കല്യാണം കഴിഞ്ഞ കുട്ടികളാണ്. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ കാണിക്കുന്നത്. വൈകുന്നേരം കപ്പ, ഞാൻ അതിനിടയ്ക്ക് എൻ്റെ വീട്ടിലൊന്ന് പോയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായി, അവിടെ കപ്പ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോയി കപ്പ കൊണ്ടുവന്ന്
ഉമ്മായി ഞാനും കൂടി എൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നല്ല വേവണം, നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നിന്ന് എടുത്തിട്ട് വൈകുന്നേരത്തേക്ക് ചായക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അതിവിടെ വച്ചിട്ടുണ്ട് അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം കപ്പയും ചായയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കട്ടൻ ചായയും കപ്പയും നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.